ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. മീൻകറി നമ്മൾ ഇത്രയും നാളും വെച്ചതൊക്കെ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്തുള്ള മീൻകറി ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ മുളക് പൊടിയല്ല ചേർക്കുന്നത്, നല്ല വറ്റൽ മുളക് തന്നെ അരച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അല്ലേ. അപ്പോൾ ഞാനിവിടെ 1.5 കിലോ മീനാണ് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്, വെള്ളമൊക്കെ ഡ്രൈ ചെയ്ത് കളഞ്ഞതിന് ശേഷം. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് മുളകൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 50 ഗ്രാം മുളകാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് സാധാരണ 1.5 കിലോ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല കുറച്ച് എരിവിലാണ് കഴിക്കാറ്. അപ്പോൾ ഒരു 50 ഗ്രാം എന്നുള്ളത് ഒരു 100 ഗ്രാം വരെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഇതിച്ച് നല്ല എരിവുള്ള ഒരു മുളക് കൂടിയാണ്, അതുകൊണ്ട് തന്നെ ഞാനിത് 50 ഗ്രാമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ പാനിലേക്ക് ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. നമുക്കൊരു മുളകെടുത്ത് നോക്കുമ്പോഴത്തേക്ക് അറിയാനായിട്ട് പറ്റും ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ടോ എന്നാണ്. പൊടിഞ്ഞു വരുന്ന പോലെ ഒരു അവസ്ഥയിലായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ആയി കഴിയുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി മാറ്റി വെക്കാം. അപ്പോൾ കറി വെക്കാനായിട്ടുള്ള ചട്ടി ഞാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല, നമുക്ക് സാധാരണ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതാണേലും മതി. ഈ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി അരിഞ്ഞതാണിത്, ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് ഞാൻ എടുത്തിരുന്നത്. ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും 15ഓളം വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 പച്ചമുളക് കീറിയതും. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി കിട്ടാനായിട്ട് ഒരു അല്പം സമയം എടുക്കും. അപ്പോൾ ആ സമയത്ത് തീ വളരെ ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ വറ്റൽമുളക് ഉണ്ടല്ലോ, അതങ്ങ് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം ഞാൻ ആ വറ്റൽമുളകൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കണം. അപ്പം നമ്മൾ കള്ളുഷാപ്പിൽ നിന്ന് ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു എരിവിനോട് കൂടി കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ മുളക് എടുത്താൽ മതി. ഇതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് എടുക്കാം. ഒരുപാട് എരിവ്, അപ്പോഴത്തേക്ക് നല്ല തിക്കായിരിക്കും ആ ഗ്രേവിക്ക്. മീനിൻ്റെ കറിയുടെ ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, അതൊക്കെ നല്ല തിക്കായിട്ടിരിക്കും. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതായിരുന്നു, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഈ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വന്നോട്ടെ. ഈ അരപ്പിലേക്ക് 1/2 ലിറ്റർ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം, കാരണം ആ മീനൊക്കെ വെന്ത് വരാനുള്ള ഒരു വെള്ളം വേണം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് മസാലകൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇത്രയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 1 മിനിറ്റ് നേരത്തേക്ക് ഒന്നുകൂടി ഒന്ന് തിളച്ച് വരണം, കാരണം അപ്പോഴത്തേക്ക് ആ മസാല എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാനായിട്ട്. ഈ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മീനിട്ട് കൊടുക്കാം. കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും കാണാത്തതുകൊണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ പറ്റിയെന്ന്. കുറച്ച് തിരക്കുകളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒന്നും ഇടാഞ്ഞത്. അപ്പം അടുത്തറിയാവുന്ന സുഹൃത്തുക്കളെല്ലാം ചോദിച്ചു എന്താ പറ്റിയ, സോണിയാസ് കിച്ചൻ പൂട്ടിപ്പോയോ എന്നൊക്കെ. അങ്ങനൊന്നുമില്ല, ചെറിയ ചെറിയ തിരക്കുകളൊക്കെ ആയിരുന്നു. ഇനി നമുക്ക് മുന്നോട്ട് ഓരോ ദിവസങ്ങളിലും ഇതുപോലെ വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും. ഈ മീനെല്ലാം ചേർത്ത് കൊടുത്തത് കഴിഞ്ഞു. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിന് മുകളിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി കനം കുറച്ച് അരിഞ്ഞെടുത്താണ്, അതും കൂടി ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നല്ല കനം കുറച്ച് വേണം ഇതരിഞ്ഞെടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പം മീനൊക്കെ വെന്ത് വരാനായിട്ടൊരു 15-20 മിനിറ്റ് എടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ അതിനകത്തുള്ള തക്കാളിയും എല്ലാം വെന്ത് അതിനകത്തോട്ട് മിക്സ് ആയിക്കോളും. അപ്പോൾ ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്കൊരു 10 മിനിറ്റ് കഴിയുമ്പം കറി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊരു 10 മിനിറ്റ് ആയപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നു. കണ്ടോ, നമ്മുടെ മീൻകറി വാവ്, നല്ല സൂപ്പറായ മീൻകറി റെഡിയാണ് ഇവിടെ. ഇതിലേക്ക് ഒരല്പം കടുക് കൂടി താളിച്ചു കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയ പാനിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്.
എണ്ണ ചൂടായി വരുമ്പോഴേക്കും 1 സ്പൂൺ കടുകും കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സാരമില്ല, നമ്മൾ കടുകും വറ്റൽമുളകും മാത്രമായിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴന്നു വരണം. ഈ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ നമ്മുടെ കറിയൊക്കെ ഇവിടെ നല്ല റെഡി ആയിട്ടിരിക്കുകയാണ്. അതിലേക്ക് ഇതും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പം അങ്ങനെ നമ്മുടെ വറ്റൽമുളക് അരച്ച നല്ല രസികൻ മീൻകറി ഇവിടെ റെഡിയാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ ഇച്ചിരി ചോറുണ്ണാനായിട്ട് തോന്നുന്നുണ്ടല്ലേ? അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.